പേര് കേൾക്കുമ്പോൾ തന്നെ സിനിമാ പ്രേമികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രങ്ങളിലൊന്നായിരിക്കും അന്യൻ. വിക്രം വിവിധ ഗെറ്റപ്പുകളിലെത്തി പ്രേക്ഷകരെ അമ്പരപ്പിച്ച ചിത്രം. ഏത് റോളും വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ച സിനിമയായിരുന്നു അന്യൻ. ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ഒരുക്കുന്ന ശങ്കറിന്റെ അന്യൻ സിനിമാ പ്രേമികൾക്ക് ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ് നൽകിയത്. ഒരേ സമയം സാധാരണക്കാരനായും കാമുകനായും സീരിയൽ കില്ലറായും ഒക്കെയുള്ള രൂപമാറ്റം വിക്രത്തിന് വമ്പൻ ഫാൻ ഫോളോവിംഗ് ആണ് അന്ന് നേടിക്കൊടുത്തത്. വിക്രത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററാണ് അന്നും ഇന്നും അന്യൻ. സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമായ അന്യൻ തെന്നിന്ത്യയിലും വൻ ട്രെൻഡായി മാറിയിരുന്നു. ചിത്രത്തിലെ ഹാരിസ് ജയരാജ് പാട്ടുകൾ വമ്പൻ ഹിറ്റായി. ഓസ്കാർ ഫിലിംസിന്റെ ബാനറിൽ വി രവിചന്ദ്രൻ നിർമ്മിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം രവിവർമ്മനും വി മണികണ്ഠനും ചേർന്നായിരുന്നു നിർവഹിച്ചത്. 2005 പുറത്തിറങ്ങിയ അന്യന് 16 വർഷങ്ങൾക്ക് ശേഷം ഹിന്ദി റീമേക്ക് വരുന്നു എന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിരുന്നു. റീമേക്കിൽ നായകൻ ബോളിവുഡ് താരം രൺവീർ സിംഗ് ആണ് എന്ന വാർത്തകളും വന്നു. ശങ്കർ തന്നെയാണ് ചിത്രം ഒരുക്കാൻ തയ്യാറായത്. അന്യനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആനുകാലിക പ്രസക്തമായ വിഷയങ്ങളിലൂന്നിയാണ് സിനിമ ഒരുക്കുക എന്നതായിരുന്നു സൂചന. റീമേക്ക് എന്നതിനു പകരം ഒഫീഷ്യൽ അഡാപ്റ്റേഷൻ എന്നാണ് പ്രൊജക്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ശങ്കർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. പെൻ മൂവീസിന്റെ ബാനറിൽ ജയന്തിലാൽ ഗാഡെയാണ് സിനിമയുടെ നിർമ്മാണം എന്നും വ്യക്തമാക്കിയിരുന്നു. പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് റീമേക്ക് ചിത്രം ഒരുങ്ങുക എന്നതായിരുന്നു വിവരം. എന്നാൽ പിന്നീട് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയിരുന്നില്ല. അന്യന്റെ ഹിന്ദി റീമേക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിനോട് പ്രതികരിക്കുന്നതിനിടെ ഇപ്പോൾ വിക്രം സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് കൂടി സംസാരിച്ചിരിക്കുകയാണ്. ഹിന്ദി റീമേക്ക് അല്ല, അന്യന്റെ രണ്ടാം ഭാഗം ശങ്കർ തന്നെ വെച്ച് ചെയ്യണമെന്നാണ് തമാശ രീതിയിൽ വിക്രം പറഞ്ഞത്. ഒപ്പം രൺവീർ സിംഗ് തനിക്ക് അനിയനെ പോലെയാണെന്നും അദ്ദേഹം അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും വിക്രം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ അന്യന്റെ ഹിന്ദി റീമേക്കിൽ നിന്ന് പിന്മാറിയതായി നേരത്തെ തന്നെ ശങ്കർ വ്യക്തമാക്കിയിരുന്നു. നിർമ്മാതാവായ ഓസ്കാർ രവിചന്ദ്രൻ എതിർത്തതോടെയാണ് റീമേക്ക് ഐഡിയ ശങ്കറിന് ഉപേക്ഷിക്കേണ്ടി വന്നത്. ജയന്തിലാൽ ഗാഡ ചിത്രം നിർമ്മിക്കാൻ തയ്യാറായി വന്ന സമയത്ത് അന്യന്റെ പകർപ്പവകാശം തനിക്കാണെന്ന് ഓസ്കാർ രവീന്ദ്രൻ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ചില തർക്കങ്ങൾ വന്നതോടെയാണ് ആ പ്രൊജക്ട് ഡ്രോപ്പ് ആയത്. അന്യൻ റിലീസ് ചെയ്ത സമയത്ത് അപരിചിത് എന്ന പേരിൽ ഹിന്ദിയിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു. അന്യന്റെ ക്ലൈമാക്സ് സീൻ ചിത്രീകരിച്ചതിനെ കുറിച്ചും വിക്രം അടുത്തിടെ സംസാരിച്ചിരുന്നു. 3 കഥാപാത്രങ്ങളും തന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് വിക്രം പറഞ്ഞത്. ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് ഈ സീനിനെ കുറിച്ച് ശങ്കർ വിക്രത്തോട് പറയുന്നത്. ബ്രേക്ക് കഴിഞ്ഞു വന്ന് 1 മണിക്കൂർ കൂടി എടുത്തോളൂ എന്ന് ശങ്കർ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും വിക്രം ടേക്കിന് ഓക്കെ ആയിരുന്നു. അന്യനും അമ്പിയും റെമോയും ഒക്കെ ചേർന്ന് പ്രേക്ഷകരുടെ കിളി പറത്തിയെങ്കിലും തനിക്ക് വളരെ എളുപ്പമായിരുന്നു ആ സീൻ അഭിനയിക്കാൻ എന്നാണ് വിക്രം പറയുന്നത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ വിസ്മയ ചിത്രമായ അന്യനിലെ ക്ലൈമാക്സ് രംഗം എക്കാലത്തെയും മികച്ച സീനുകളിൽ ഒന്നാണെന്നതിൽ ഒരു തർക്കവുമില്ല. ആ രംഗമാണ് എളുപ്പത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിക്രം പറയുന്നത്. അമ്പി ജീവന് തുല്യം സ്നേഹിക്കുകയും റെമോയെ പ്രണയിക്കുകയും അഴിമതിക്ക് കൂട്ടുന്നതിന് അന്യൻ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത നന്ദിനിയെ അവതരിപ്പിച്ച നടി സദയുടെയും കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു അന്യൻ. 2018 പുറത്തിറങ്ങിയ ടോർച്ച് ലൈറ്റ് എന്ന തമിഴ് സിനിമയിലെ സദയുടെ ലൈംഗിക തൊഴിലാളിയായുള്ള കഥാപാത്രവും പിന്നീട് പ്രശംസ നേടിയിരുന്നു. തുടർന്ന് അഭിനയത്തിൽ നിന്നും മാറി ബിസിനസ്സിലായിരുന്നു സദയുടെ ശ്രദ്ധ. ടെലിവിഷൻ പരിപാടികളിൽ ജഡ്ജായും സദയെത്തി. ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും യാത്രകളും ഒക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ് സദ.